259 ഏക്കർ വിസ്തൃതിയുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തെ 400-ൽ പരം മരങ്ങളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ മുറിച്ചുമാറ്റാൻ അധികൃതർ ഒരുങ്ങുന്നത്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള അക്കേഷ്യ, ഗുൽമോഹർ, ആഞ്ഞിലി, ഈട്ടി, തേക്ക് തുടങ്ങിയ വൻമരങ്ങളാണ് കടക്കൽ കത്തിയുടെ ഭീഷണിയുമായി നിൽക്കുന്നത്. 259 ഏക്കർ വിസ്തൃതിയുള്ള മെഡിക്കൽ കോളേജിൽ ഇന്ന് ആകെയുള്ള തണൽ വനമാണിത്. ഫാർമസ്യൂട്ടിക്കൽ വിഭാഗത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് ഈ വനം നഷ്ടമാക്കുന്നത്. നിർമ്മാണ അനുമതി തേടി അധികൃതർ ജില്ലാ ട്രീ അതോറിറ്റിയെ സമീപിച്ചെങ്കിലും കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്വാഭാവികമായിട്ട് വളർന്നു വന്ന മരങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരു ഇക്കോ വ്യൂഹത്തിൻ്റെ ഭാഗമാണ്. 400 മരങ്ങൾ വെട്ടിമാറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ഓക്സിജൻ സിലിണ്ടർ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു എന്നാണ്. അത് പരിസ്ഥിതി പ്രവർത്തകരായ ഞങ്ങൾ എതിർക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. കോട്ടയം നഗരപ്രദേശത്തോട് അടുത്തു സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജിലെ ഈ വനസമ്പത്ത് നശിപ്പിക്കുന്നതിനെതിരെ മെഡിക്കൽ വിദ്യാർത്ഥികളും രംഗത്തുണ്ട്. മെഡിക്കൽ കോളേജ് സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടത്തിനായി നൽകിയിരിക്കുന്ന 115 ഏക്കറിലേറെ കപ്പ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തട്ടെ എന്നാണ് വിദ്യാർത്ഥികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പക്ഷം. 100ഓളം ഏക്കറിൽ കപ്പ കൃഷി പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മരങ്ങൾ മുറിച്ച് മാറ്റാതെ കപ്പ കൃഷി നടക്കുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് വികസനം വന്നുകൂടാ എന്നതാണ് ഞങ്ങളും ഉന്നയിക്കുന്ന ഒരു ചോദ്യം. ഡെവലപ്മെന്റ് വിത്തൗട്ട് ഡിസ്ട്രക്ഷൻ, അതായത് നശീകരണമില്ലാതെ എങ്ങനെ വികസനം കൊണ്ടുവരാം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഇനിയും അകാരണമായി ഈ ക്യാമ്പസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ഞങ്ങളുടെ കടുത്ത പ്രതിഷേധത്തെ അധികാരി വർഗത്തിന് നേരിടേണ്ടി വരും. ഇതിനോടകം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്തെ 150-ലേറെ വൻമരങ്ങൾ മതിയായ കാരണങ്ങളില്ലാതെ വെട്ടിമാറ്റി കഴിഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ വിഭാഗത്തിനായി കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ ഈ ഉയർന്ന പ്രദേശം നിരപ്പാക്കണം. സർക്കാർ വകയായതിനാൽ ഈ പ്രദേശത്തെ മണ്ണിൽ കണ്ണും നട്ട് ജില്ലയിലെ മണ്ണ് മാഫിയയും രംഗത്തുണ്ട്. ആൽവിൻ തോമസ്, കോട്ടയം, ഇന്ത്യ വിഷൻ.